അധ്യായം 36. സെന്നാക്കിരീബിൻ്റെ ആക്രമണം. ഹെസ്സക്കിയ രാജാവിൻ്റെ 14-ാം ഭരണവർഷം അസീറിയ രാജാവായ സെന്നാക്കിരീബ് യൂദയായിലെ സുരക്ഷിത നഗരങ്ങളെല്ലാം ആക്രമിച്ച് പിടിച്ചടക്കി. അസീറിയ രാജാവ് ലാഖിഷിൽ നിന്ന് റബ്ശക്കയെ ഒരു വലിയ സൈന്യത്തോടൊപ്പം ജെറുസലേമിൽ ഹെസ്സക്കിയ രാജാവിൻ്റെ നേർക്ക് അയച്ചു. അവൻ അലക്കുകാരൻ്റെ വയലിലേക്കുള്ള പെരുവഴിയിലുള്ള മേൽക്കളത്തിൻ്റെ ചാലിനരികെ നിലയുറപ്പിച്ചു. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഹിൽക്കിയായുടെ പുത്രനായ ഏലിയാക്കിം എന്ന കൊട്ടാരം വിചാരിപ്പുകാരനും ഷബ്ന എന്ന കാര്യവിചാരകനും ആസാഫിൻ്റെ പുത്രനായ യോവാഖ് എന്ന ദിനവൃത്താന്ത ലേഖകനും ചെന്നു. റബ്ശക്കെ അവരോട് പറഞ്ഞു, ഹെസ്സക്കിയായോട് പറയുക, മഹാനായ അസീറിയ രാജാവ് പറയുന്നു, നിന്റെ ആത്മധൈര്യത്തിൻ്റെ അടിസ്ഥാനമെന്ത്? വെറും വാക്ക് യുദ്ധതന്ത്രവും യുദ്ധത്തിൻ്റെ ശക്തിയും ആകുമെന്ന് നീ വിചാരിക്കുന്നുവോ? എന്നെ എതിർക്കാൻ തക്കവിധം നീ ആരിലാണ് ആശ്രയിക്കുന്നത്? ഈജിപ്തിനെയാണ് നീ ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഊതി നടക്കുന്നവൻ്റെ ഉള്ളംകൈയിൽ തുളച്ചു കയറുന്ന പൊട്ടിയ ഓടത്തണ്ടിന് തുല്യമാണത്. ഈജിപ്ത് രാജാവായ ഫറവോ തന്നെ ആശ്രയിക്കുന്നവന് അത്തരത്തിലുള്ളവനാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നീ എന്നോട് പറഞ്ഞാൽ, നിങ്ങൾ ഈ ബലിപീഠത്തിന് മുമ്പിൽ മാത്രം ആരാധന നടത്തിയാൽ എന്ന് യൂദായോടും ജെറുസലേമിനോടും പറഞ്ഞുകൊണ്ട് അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ ഹെസ്സക്കിയ നശിപ്പിച്ചത്? എൻ്റെ യജമാനനായ അസീറിയ രാജാവുമായി പന്തയം വയ്ക്കുക. നിനക്ക് വേണ്ടത്ര കുതിരപ്പടയാളികളുണ്ടെങ്കിൽ ഞാൻ 2000 കുതിരകളെ തരാം. രഥങ്ങൾക്കും കുതിരപ്പടയാളികൾക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എൻ്റെ യജമാനൻ്റെ ഏറ്റവും ചെറിയ ദാസന്മാരിൽപ്പെട്ട ഒരു സേനാനായകനെയെങ്കിലും തിരിച്ചോടിക്കാൻ കഴിയുമോ? കർത്താവിൻ്റെ സഹായമില്ലാതെയാണോ ഈ ദേശത്തെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടിരിക്കുന്നത്? കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഈ ദേശത്തിന് നേരെ ചെന്ന് അതിനെ നശിപ്പിക്കുക. അപ്പോൾ ഏലിയാക്കിമും ഷബ്നായും യോവാഖും കൂടി റബ്ശക്കയോട് പറഞ്ഞു, നിന്റെ ദാസന്മാരോട് ദയവായി അരമായ ഭാഷയിൽ സംസാരിക്കുക, ഞങ്ങൾക്ക് അത് മനസ്സിലാകും. കോട്ടയുടെ മുമ്പിലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത്. റബ്ശക്കെ മറുപടി പറഞ്ഞു, സ്വന്തം വിസർജന വസ്തുക്കൾ തിന്നാനും കുടിക്കാനും നിന്നോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്ന കോട്ടയുടെ മുകളിലിരിക്കുന്ന ജനത്തോടല്ലാതെ നിന്നോടും നിന്റെ യജമാനനോടും ഈ വാക്കുകൾ പറയാനാണോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത്? അനന്തരം റബ്ശേക്ക് എഴുന്നേറ്റ് ഹെബ്രായ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറയുന്നു, മഹാനായ അസീറിയ രാജാവിൻ്റെ വാക്കുകൾ ശ്രവിച്ചാലും രാജാവ് പറയുന്നു, ഹെസ്സക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിയുകയില്ല. നിശ്ചയമായും കർത്താവ് നമ്മെ രക്ഷിക്കും. ഈ നഗരം അസീറിയ രാജാവിൻ്റെ പിടിയിൽ അമരുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസ്സക്കിയ നിങ്ങൾക്ക് ഇടയാകാതിരിക്കട്ടെ. നിങ്ങൾ ഹെസ്സക്കിയായുടെ വാക്കുകൾ ശ്രദ്ധിക്കരുത്. അസീറിയ രാജാവ് പറയുന്നു, സമാധാന ഉടമ്പടി ചെയ്ത് നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം മുന്തിരിയിൽ നിന്നും അത്തിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുന്നതിനും സ്വന്തം തൊട്ടിയിൽ നിന്ന് കുടിക്കുന്നതിനും ഇടവരും. ഞാൻ വന്ന് നിങ്ങളുടേതുപോലുള്ള ഒരു നാട്ടിലേക്ക്, ധാന്യങ്ങളുടെയും വീഞ്ഞിൻ്റെയും നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതുവരെ നിങ്ങൾ അങ്ങനെ കഴിയും. കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഹെസ്സക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഏതെങ്കിലും ജനതയുടെ ദേവൻ അസീറിയ രാജാവിൻ്റെ കൈകളിൽ നിന്ന് സ്വന്തം ജനത്തെ രക്ഷിച്ചിട്ടുണ്ടോ? ഹമാത്തിൻ്റെയും അർപ്പാദിൻ്റെയും ദേവന്മാർ എവിടെ? സെഫൈർമിലെ ദേവന്മാർ എവിടെ? സമരിയായെ എൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ അവർക്ക് സാധിച്ചോ? ഈ രാജ്യങ്ങളെ ദേവന്മാരിൽ ആരാണ് തങ്ങളുടെ രാജ്യങ്ങളെ എൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ളത്? ജെറുസലേമിനെ എൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് രക്ഷിക്കുമെന്ന് പിന്നെ എങ്ങനെ കരുതാം? ജനം അവനോട് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തെന്നാൽ അവരോട് മറുപടിയൊന്നും പറയരുതെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു. അപ്പോൾ ഹിൽക്കിയായുടെ പുത്രനും കൊട്ടാര വിചാരിപ്പുകാരനുമായി ഏലിയാക്കിമും കാര്യവിചാരകനായ ഷബ്നായും ആസാഫിൻ്റെ പുത്രനും ദിനവൃത്താന്ത ലേഖകനുമായ യോബാബും ഹെസ്സക്കിയായുടെ അടുത്തേക്ക് മടങ്ങിവന്ന് വസ്ത്രം കീറിക്കൊണ്ട് റബ്ശക്കിയുടെ വാക്കുകൾ അറിയിച്ചു. അധ്യായം 37. യേശയ്യായുടെ ഉപദേശം.
ഹെസ്കിയ രാജാവ് ഇത് കേട്ട് വസ്ത്രം കീറി ചാക്കുടുത്ത് കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. കൊട്ടാരം വിചാരിപ്പുകാരനായ ഏലിയാക്കിമിനെയും കാര്യവിചാരകനായ ശബ്നായെയും ശ്രേഷ്ഠ പുരോഹിതന്മാരെയും ചാക്കുടിപ്പിച്ച് ആമോസിൻ്റെ പുത്രനായ യേശയ്യാ പ്രവാചകൻ്റെ അടുത്തേക്ക് അവൻ അയച്ചു. അവർ യേശയ്യായോട് പറഞ്ഞു, ഹെസ്കിയ പറയുന്നു, ഇതു കഷ്ടതയുടെയും ശാസനയുടെയും കടുത്ത അവമാനത്തിൻ്റെയും ദിനങ്ങളാണ്. കുഞ്ഞുങ്ങൾ പിറക്കേണ്ട നേരമായി, എന്നാൽ പ്രസവിക്കാൻ ശക്തിയില്ല. ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ തൻ്റെ യജമാനനായ അസീറിയ രാജാവ് അയച്ചിരുന്ന റബ്ശക്കയുടെ വാക്കുകൾ നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കുകയില്ലേ? ആ വാക്കുകൾക്ക് അവിടുന്ന് ശിക്ഷ നൽകുകയില്ലേ? അതിനാൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഹെസ്കിയ രാജാവിൻ്റെ ദാസന്മാർ യേശയ്യായെ സമീപിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ യജമാനനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, അസിറിയ രാജാവിൻ്റെ ദാസന്മാർ എന്നെ നിന്ദിച്ചു പറഞ്ഞ വാക്ക് കേട്ട് പേടിക്കേണ്ട. അവൻ ഒരു കിംവദന്തി കേട്ട് സ്വന്തം നാട്ടിലേക്ക് പോകത്തക്ക വിധം അവനിൽ ഞാനൊരു ആത്മാവിനെ നിക്ഷേപിക്കും. സ്വന്തം ദേശത്തു വെച്ച് വാളിനിരയാകാൻ ഞാൻ അവനെ ഇടവരുത്തും. റബ്ശക്കെ മടങ്ങിപ്പോയി. അസിറിയ രാജാവ് ലിബ്നായ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അവൻ കണ്ടു. രാജാവ് ലാഖീഷ് വിട്ടെന്ന് അവൻ കേട്ടിരുന്നു. തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ എത്യോപ്യ രാജാവായ തിർക്കാഹ പുറപ്പെട്ടിരിക്കുന്നുവെന്ന് രാജാവ് കേട്ടു. അവൻ ഹെസ്കിയായുടെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു പറഞ്ഞു, യൂദരാജാവായ ഹെസ്കിയായോട് നിങ്ങൾ പറയണം, അസീറിയ രാജാവിൻ്റെ കരങ്ങളിൽ ജെറുസലേം ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അസിറിയ രാജാക്കന്മാർ എല്ലാ ദേശങ്ങളെയും എപ്രകാരം നിശേഷം നശിപ്പിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് രക്ഷ കിട്ടുമോ? എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ച ഗോസാൻ, ആരാൻ, റസേബ്, തെലാസറിലുണ്ടായിരുന്ന ഏദൻകാർ എന്നീ ജനതകളെ അവരുടെ ദേവന്മാർ രക്ഷിച്ചു. ഹാമാത്തിലെയും അർപ്പാദിലെയും സർപ്പാവയും നഗരത്തിലെയും ഹേനായിലെയും യുവായിലെയും രാജാക്കന്മാർ ഇപ്പോൾ എവിടെ? ഹെസ്കിയ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചു. അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുമ്പിൽ നിവർത്തിവെച്ചു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, സൈന്യങ്ങളുടെ കർത്താവേ, ഇസ്രായേലിൻ്റെ ദൈവമേ, കെരൂബുകളുടെ മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നവനെ, അങ്ങ് മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം. ആകാശവും ഭൂമിയും അങ്ങ് സൃഷ്ടിച്ചു. കർത്താവെ, ചെവി ചായ്ച്ച് ശ്രവിക്കണമേ. അങ്ങ് കണ്ണു തുറന്ന് കടാക്ഷിക്കണമേ. ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ സെന്നാക്കിരീബ് അയച്ച സന്ദേശം അങ്ങ് ശ്രവിക്കണമേ. കർത്താവെ, അസിറിയ രാജാക്കന്മാർ എല്ലാ ജനതകളെയും അവരുടെ ദേശങ്ങളെയും ശൂന്യമാക്കുകയും അവരുടെ ദേവന്മാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തുവല്ലോ. അവൻ ദേവന്മാരായിരുന്നില്ല, മനുഷ്യൻ്റെ കരവേലിയായ മരവും കല്ലും മാത്രമായിരുന്നു അവർ. അതുകൊണ്ടാണല്ലോ അവർ നശിപ്പിക്കപ്പെട്ടത്. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അവൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മാത്രമാണ് കർത്താവെന്ന ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയട്ടെ. അപ്പോൾ ആമോസിൻ്റെ പുത്രനായ യെശയ്യാ ഹെസ്കിയായ്ക്ക് ഈ സന്ദേശം അയച്ചു. ഇസ്രായേലിനെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അസിറിയ രാജാവായ സെന്നാക്കിരീബിനെ സംബന്ധിച്ച് നീ എന്നോട് പ്രാർത്ഥിച്ചു. അവനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, കന്യകയായ സിയോൻ പുത്രി നിന്നെ വെറുക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. ജെറുസലേം പുത്രി പരിഹാസപൂർവം നിന്റെ പിന്നിൽ തലയാട്ടുന്നു. ആരെയാണ് നീ നിന്ദിക്കുകയും ശകാരിക്കുകയും ചെയ്തത്? ആർക്കെതിരെയാണ് നീ ഉച്ചത്തിൽ സംസാരിക്കുകയും അഹങ്കാരത്തോടെ കണ്ണുയർത്തുകയും ചെയ്തത്? ഇസ്രായേലിൻ്റെ പരിശുദ്ധനെതിരെയും നിന്റെ ദാസന്മാർ വഴി നീ കർത്താവിനെ നിന്ദിച്ചു പറഞ്ഞു. എൻ്റെ അനേകം രഥങ്ങളുമായി ഞാൻ പർവ്വതങ്ങളുടെ മുകളിലും ലെബനോൻ്റെ വിദൂര ശിഖരങ്ങളിലും കയറി. അതിൻ്റെ ഉയർന്ന ദേവദാരുക്കളെയും വിശിഷ്ടമായ സരമരങ്ങളെയും ഞാൻ വെട്ടിവീഴ്ത്തി. അതിൻ്റെ വിദൂരമായ കൊടുമുടിയിലും ഇടതിങ്ങി വളരുന്ന വനത്തിലും ഞാൻ കടന്നു ചെന്നു. ഞാൻ കിണറുകൾ കുഴിച്ച് വെള്ളം കുടിച്ചു. എൻ്റെ ഉള്ളങ്കാൽ കൊണ്ട് ഈജിപ്തിലെ നദികളെയെല്ലാം ഞാൻ വറ്റിച്ചു കളഞ്ഞു. ഞാൻ ഇത് പണ്ടേ നിശ്ചയിച്ചതാണെന്ന് നീ കേട്ടിട്ടില്ലേ? പണ്ടേ നിശ്ചയിച്ചത് ഞാനിപ്പോൾ നടപ്പിലാക്കുന്നു.
നീ സുരക്ഷിത നഗരങ്ങളെ തകർത്തു നാശക്കൂമ്പാരമാക്കും. അപ്പോൾ അതിലെ നിവാസികൾ ശക്തി ക്ഷയിച്ച് ആകുലരും പരിഭ്രാന്തരുമാകും. അവർ വയലിലെ സസ്യങ്ങൾ പോലെയും ഇളം പുല്ലുപോലെയും വളരുന്നതിനു മുൻപേ ഉണങ്ങിപ്പോകുന്ന പുരപ്പുറത്തെ പുല്ലുപോലെയും ആയിത്തീരും. ഇതെല്ലാം ഞാൻ പണ്ടേ നിശ്ചയിച്ചതാണ്. നിന്റെ പ്രവർത്തികളും വ്യാപാരങ്ങളും നീ എൻ്റെ നേരെ കോപിക്കുന്നതും ഞാൻ അറിയുന്നു. നീ എന്നോട് കോപിക്കുകയും നിന്റെ അഹങ്കാരം ഞാൻ അറിയുകയും ചെയ്തതുകൊണ്ട് ഞാൻ എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും കടിഞ്ഞാൻ നിന്റെ വായിലുമിട്ട് വന്ന വഴിക്ക് തന്നെ നിന്നെ തിരിച്ചോടിക്കും. ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും. ഈ വർഷം സ്വയം വളരുന്നത് ഭക്ഷിക്കുക. 2-ാം വർഷവും അങ്ങനെ തന്നെ ചെയ്യുക. 3-ാം വർഷം വിത്ത് വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിക്കുകയും അവയുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുക. യൂദായുടെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ വീണ്ടും വേരുപിടിക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. ജെറുസലേമിൽ നിന്ന് ഒരു അവശിഷ്ട ഭാഗം പുറപ്പെടും. സിയോൻ പർവ്വതത്തിൽ നിന്ന് ജീവിക്കുന്നവരുടെ ഒരു ഗണവും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിവൃത്തിയാക്കും. അസീറിയ രാജാവിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു: അവൻ ഈ നഗരത്തിലേക്ക് വരികയോ ഇതിനെതിരെ അമ്പെയ്യുകയോ ചെയ്യുകയില്ല. പരിചയമേന്തി വന്ന് ഇതിനെതിരെ ഉപരോധം നിർമ്മിക്കുകയില്ല. വന്ന വഴിയിലൂടെ തന്നെ അവൻ തിരിച്ചു പോകുമെന്നും നഗരത്തിൽ പ്രവേശിക്കുകയില്ലെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. എനിക്ക് വേണ്ടിയും എൻ്റെ ദാസനായ ദാവീദിനു വേണ്ടിയും ഞാൻ ഈ നഗരത്തെ സംരക്ഷിക്കും. കർത്താവിൻ്റെ ദൂതൻ അസീറിയ രാജാക്കന്മാരുടെ പാളയത്തിൽ കടന്ന് 1,85,000 പേരെ വധിച്ചു. അതിരാവിലെ ഉണർത്തപ്പോൾ അവരെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ടു. അപ്പോൾ അസീറിയ രാജാവായ സെന്നാക്കിരീബ് തിരിച്ചു പോയി നിനവയിൽ വസിച്ചു. തൻ്റെ ദേവനായ നിസ്രോക്കിൻ്റെ ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ അവനെ പുത്രന്മാരായ അദ്രാമെലേക്ക്, ശരേസർ എന്നിവർ ചേർന്ന് വാളുകൊണ്ട് വധിച്ചിട്ട് അരാറാത്തിൻ്റെ ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അവന് പകരം പുത്രനായ ഏസാർഹദേൻ ഭരണമേറ്റു. അധ്യായം 38. ഹെസക്കിയായുടെ രോഗശാന്തി. ആ ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയാവുകയും മരണത്തോട് അടുക്കുകയും ചെയ്തു. ആമോസിൻ്റെ പുത്രനായ യേശയ്യാ പ്രവാചകൻ അവനെ സമീപിച്ച് പറഞ്ഞു: കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു: കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ. അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു. അപ്പോൾ ഏശയ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി: നീ ചെന്ന് ഹെസക്കിയായോട് പറയുക, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു. ഇതാ, നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അസീറിയ രാജാവിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ഈ നഗരത്തെ സംരക്ഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഈ വാഗ്ദാനം നിവൃത്തിയാകുമെന്നതിന് അവിടുന്ന് നൽകുന്ന അടയാളമാണിത്. ആകാശിൻ്റെ ഘടികാരത്തിൽ അസ്തമയ സൂര്യൻ്റെ രശ്മികളേറ്റുണ്ടാകുന്ന നിഴൽ 10 ചുവട് പുറകോട്ട് തിരിയുന്നതിന് ഞാൻ ഇടയാക്കും. അങ്ങനെ ഘടികാരത്തിൻ്റെ നിഴൽ 10 ചുവട് പുറകോട്ട് മാറി. യൂദയ രാജാവായ ഹെസക്കിയ തനിക്ക് പിടിപ്പെട്ട രോഗം മാറിയപ്പോൾ എഴുതിയത്: ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിൽ ഞാൻ വേർപിരിയണം. ശേഷിച്ച ആയുസ് പാതാളവാതിൽക്കൽ ചെലവഴിക്കുന്നതിന് ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ജീവനുള്ളവരുടെ നാട്ടിൽ ഞാൻ ഇനി കർത്താവിനെ ദർശിക്കുകയില്ല. ഭൂവാസികളുടെ ഇടയിൽ വച്ച് മനുഷ്യനെ ഞാൻ ഇനി നോക്കുകയില്ല. ആട്ടിടയൻ്റെ കൂടാരം പോലെ എൻ്റെ ഭവനം എന്നിൽ നിന്ന് പിടിച്ചു മാറ്റിയിരിക്കുന്നു. നെയ്ത്തുകാരനെ പോലെ എൻ്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു. തറിയിൽ നിന്ന് അവിടുന്ന് എന്നെ മുറിച്ചു നീക്കി. പകലും രാത്രിയും അവിടുന്ന് എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു. പ്രഭാതം വരെ സഹായത്തിനു വേണ്ടി ഞാൻ കരയുന്നു. ഒരു സിംഹത്തെ പോലെ അവിടുന്ന് എൻ്റെ അസ്ഥികൾ തകർക്കുന്നു. രാപകൽ അവിടുന്ന് എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു. മീവൽ പക്ഷിയെ പോലെയോ കൊക്കിനെ പോലെയോ ഞാൻ നിലവിളിക്കുന്നു. പ്രാവിനെ പോലെ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. മുകളിലേക്ക് നോക്കി എൻ്റെ കണ്ണ് തളർന്നിരിക്കുന്നു. കർത്താവെ, ഞാൻ മർദ്ദിക്കപ്പെടുന്നു. അങ്ങ് എൻ്റെ രക്ഷയായിരിക്കണമേ. എനിക്കെന്ത് പറയാൻ കഴിയും? അവിടുന്ന് തന്നെ എന്നോട് സംസാരിക്കുകയും അവിടുന്ന് തന്നെ ഇത് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു.
മനോവേദന നിമിത്തം ഉറക്കവും എന്നെ വിട്ടകന്നിരിക്കുന്നു. കർത്താവേ, എന്നിട്ടും എൻ്റെ ആത്മാവ് അങ്ങയോടൊത്തു ജീവിക്കും. ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കും. എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ. എൻ്റെ കഠിനവേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. അങ്ങ് എൻ്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു. പാതാളം അങ്ങേക്ക് നന്ദി പറയുകയില്ല, മരണം അങ്ങയെ സ്തുതിക്കുകയില്ല. പാതാളത്തിൽ പതിക്കുന്നവർ അങ്ങയുടെ വിശ്വസ്തതയിൽ പ്രത്യാശ അർപ്പിക്കുകയില്ല. ജീവിച്ചിരിക്കുന്നവൻ അവനാണ് അങ്ങേക്ക് നന്ദി പറയുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ. പിതാവ് തൻ്റെ സന്തതികളെ അങ്ങയുടെ വിശ്വസ്തത അറിയിക്കുന്നു. കർത്താവ് എന്നെ രക്ഷിക്കും. ഞങ്ങൾ അവിടുത്തെ ഭവനത്തിൽ പ്രവേശിച്ച് ജീവിതകാലം മുഴുവൻ തന്ത്രീനാദത്തോടെ അങ്ങയെ കീർത്തിക്കും. അപ്പോൾ യേശയ്യാ പറഞ്ഞു, അവൻ സുഖം പ്രാപിക്കേണ്ടതിന് ഒരു അത്തിയട എടുത്ത് അവൻ്റെ പരുവിൽ വയ്ക്കുക. ഞാൻ കർത്താവിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുമെന്നതിൻ്റെ അടയാളം എന്തായിരിക്കുമെന്ന് ഹെസ്ക്കിയാ ചോദിച്ചിട്ടുണ്ടായിരുന്നു.